ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 100 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷമായിട്ട് ISL കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളായിരുന്നു റഫേൽ ക്രിവിലാറയും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും. അതായത് ഏറ്റവും മികച്ച ISL മിഡ്ഫീൽഡേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 5 ലിസ്റ്റിൽ ഇവർ 2 പേരും എന്തായാലും വരും, അതും മുന്നിൽ തന്നെ വരും. നമുക്കറിയാം റഫേൽ ക്രിവിലാറ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കഴിഞ്ഞ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഡിമ്മായെങ്കിൽ പോലും വൺ ഓഫ് ദി ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡേഴ്സിൽ ഒരാളാണ് റഫേൽ ക്രിവിലാറോ. കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിയാലും അഡ്രിയാൻ ലൂണയുടെ കാര്യം നോക്കിയാലും അഡ്രിയാൻ ലൂണ കഴിഞ്ഞ സീസൺ അത്ര മികച്ച പെർഫോമൻസ് ഇല്ല. ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിൽ. ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കളി വീണ്ടും വരും എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സ്റ്റിൽ പ്രതീക്ഷയുണ്ട്. ബട്ട് അത് ചിലപ്പോൾ ഒരു പ്രതീക്ഷയെ മാറാം, ചിലപ്പോൾ അദ്ദേഹം കളിച്ചേക്കാം. സോ എന്തായാലും ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ 2020 തൊട്ടുള്ള ആ ഒരു സമയത്തെ ISLനെ വിറപ്പിച്ച 2 മിഡ്ഫീൽഡേഴ്സായിരുന്നു അഡ്രിയാൻ ലൂണയും റാഫേൽ ക്രിവിലാറും. 2 പേരും, അതായത് ഇപ്പോൾ റാഫേൽ ക്രിവിലാറോ പുറത്താക്കിയിരിക്കുന്നു, അഡ്രിയാൻ ലൂണ ഫോം ഔട്ടും ആയിരിക്കുന്നു. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലൊരു മിഡ്ഫീൽഡർ ഇനിയും നമുക്ക് കാണാൻ സാധിക്കുമോ ISL? അല്ലെങ്കിൽ അഡ്രിയാൻ ലൂണ പോലൊരു പ്ലെയർ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL കളിക്കുമോ? ISL കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ? സോ എന്തായാലും